بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد سورة الصافات 31 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. فحق علينا قول ربنا. ഇവിടെ ഖാഫ് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷദീദായ മുത്ബഖും മുസ്തഅലിയും ഒക്കെ ആയിട്ടുള്ള അക്ഷരമാണ് ഖാഫ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ഓതണം. ഫഹഖ അലൈന. ആ ഖാഫിൻ്റെ തഫ്ഖീം മുന്നിലുള്ള അക്ഷരത്തിനോ ശേഷമുള്ള അക്ഷരത്തിലേക്കോ പകരുന്നത് ശ്രദ്ധിക്കുക. അതായത് മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ഖാഫിന് മാത്രം, ഹഇനും ശേഷമുള്ള ഐനിനും ഒന്നും തഫ്ഖീം നൽകാതെ തർക്കീഖ് ചെയ്ത് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എന്ന ശ്രദ്ധയോടുകൂടി ഓതുക. ഫഹഖ അലൈന ഖൗലു റബ്ബിന. അവിടെയും ഖാഫ് ശേഷം റാ ഇവയെല്ലാം തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. അവിടെ റബ്ബിന എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിൽ വഖഫ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കാവുന്നതാണ്. റബ്ബിന ഇന്ന ഷദ് നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഓതണം. ലദായിഖൂൻ. ഇതിൽ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ വാജിബ്. ലദായിഖൂൻ. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഫഅഗ്വൈനാകും. ഫഅഗ്വൈനാകും. ഗൈനിൻ്റെ തഫ്ഖീം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ പാരായണം ചെയ്യുക. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിന അമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇന്ന കുന്ന. ഇവിടെ 2 പദങ്ങളിലും ഷദ് നൽകപ്പെട്ട നൂൻ വന്നിരിക്കുന്നു. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഗാവീൻ. ഗാവീൻ. ഗൈനിനും അലിഫിനും തഫ്ഖീം നൽകണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ് ഗൈൻ. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിൽക്കണം. ഫഇന്നഹും. നൂൻ മുഷദ്ദദ ഷദ് നൽകപ്പെട്ട നൂൻ മണിക്കുക. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. യൗമഇദിൻ ഫിൽ അദാബി. യൗമഇദിൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക, അവ്യക്തമാക്കി മണിക്കുക എന്നർത്ഥം. യൗമഇദിൻ ഫിൽ അദാബി മുഷ്തരികൂൻ. മുഷ്തരികൂൻ. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. എല്ലാ ഹർഫുകൾക്കും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നുള്ള ഉച്ചാരണവും അവയ്ക്ക് നൽകേണ്ടതായ എല്ലാ സിഫാത്തുകളും പൂർത്തിയാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക. ഐന്, ദാല്, ഷീന് ഇവയാണ് പ്രധാനമായും. അതുപോലെ എല്ലാ ഹർഫുകളും. ഇന്നാ കദാലിക. ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. കദാലിക ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, തർക്കീഖാണ് വേണ്ടത്. കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ.
നഫ്അലു. ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുന്ന മുത്തവസ്സിത്തായ അക്ഷരമാണ്. നഫ്അലു ബിൽ മുജ്രിമീൻ. ജീമിൻ്റെ ഖൽഖല നിലനിർത്തണം, ശ്രദ്ധിച്ചുകൊണ്ട് ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ ഉച്ചരിക്കുക സുക്കൂനിന്. ബിൽ മുജ്രിമീൻ. ഇന്നഹും നൂൻ മുഷദ്ദദ മടിച്ചുകൊണ്ട് ഓതുക. സാക്കിന മീമിന ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. കാനൂ ഇദാ ഖീല ലഹും. കാനൂ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇദാ ഖീല ലഹും. ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അവിടെ മദ്ദു തഅദീം എന്ന ഒരു ദീർഘവും പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളതായി കാണാൻ സാധിക്കും. അതായത് മുൻഫസിലായ ദീർഘങ്ങളെ ഖസ്ർ ചെയ്ത് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ചോതുന്ന സന്ദർഭത്തിലാണെങ്കിലും കലിമത്തു തൗഹീദിൻ്റെ വചനങ്ങൾ വരുമ്പോൾ ആ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ല അന, ലാ ഇലാഹ ഇല്ല ഹുവ, ഇത്തരം പദങ്ങളിൽ വചനങ്ങളിൽ ദീർഘം നൽകിക്കൊണ്ട് ഓതുക. ഈ ദീർഘത്തിന് മദ്ദു തഅദീം എന്ന് പേര് നൽകിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഇവിടെ ലാ ഇലാഹ എന്ന് ദീർഘം നൽകാവുന്നതാണ്, മുൻഫസിലിനെ ഖസ്ർ ചെയ്യുകയാണെങ്കിലും മറ്റ് വചനങ്ങളിലും എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ 2 തവണയാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഈ വചനത്തിലാണ്, സൂറത്തു സഫാത്തിലെ 35-ാമത്തെ ഈ വചനത്തിൽ. മറ്റൊന്ന് സൂറത്തു മുഹമ്മദ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സൂറത്തു മുഹമ്മദിലെ വചനമാണ്. പത്തൊമ്പതാമത്തെ ആയത്തിലാണ്, സൂറത്ത് മുഹമ്മദ് 19. ഇല്ലല്ലാഹു എന്ന അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ചോദണം. യസ്തക്ബിറൂൻ കാഫിന് ഷിദ്ദത്ത് അതുപോലെ ഹംസ് ഒക്കെ നൽകി വ്യക്തമാക്കി. യസ്തക്ബിറൂൻ എന്ന് ശരിക്കും റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോദണം. വയഖൂലൂന അഇന്ന, അവിടെ ഹംസ അവ്യക്തമായി പോകും പലർക്കും. അഇന്ന, വയഖൂലൂന അഇന്ന എന്നൊക്കെ അത് സൂക്ഷിക്കേണ്ടതാണ്. ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം, ഷദീദായ ഹർഫാണ്. അഇന്ന ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ലതരികൂ ആലിഹതിന, വാവിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ആലിഹതിന ലിശാഇരിൻ മജ്നൂൻ. ലിശാഇരിൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഈ മണിക്കലിൽ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകിക്കൊണ്ട് ഷദ്ദുള്ള മീമാണ് പിന്നീട് ഉച്ചരിക്കുക എന്നർത്ഥം.
لشاعر مجنون. ജീമിൻ്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഖൽഖല നൽകി ഉച്ചരിക്കണം. ബൽ ജാഅ ബിൽ ഹഖ് മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ജാഅ ഈ പദത്തിലെ അലിഫിന് ശേഷം ഒരേ പദത്തിലായി ഹംസ വന്നതാണ് കാരണം മുത്തസിൽ എന്നാൽ ചേർന്നു വന്നത് എന്നർത്ഥം. ബിൽ ഹഖ് ഖാഫിന് തഫ്ഖീമാണ്, കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. വസദ്ദഖൽ മുർസലീൻ വസദ്ദഖ സ്വാദിനും ഖാഫിനും മാത്രം തഫ്ഖീം കൊടുക്കുക. അൽ മുർസലീൻ റായിനും തഫ്ഖീമാണ്. ഇവ ശ്രദ്ധിച്ച് മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ പാരായണം ചെയ്യുക. ഇന്നകും ഷദ് നൽകപ്പെട്ട നൂൻ മണിക്കണം. സാക്കിന മീം ഇൽഹാർ ഷഫവി. ഇന്നകും ലദായിഖു അവിടെ മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഖാഫിൻ്റെ ദീർഘമായ വാവ് അതിൻ്റെ സുക്കൂൻ ശേഷം ലാമിൻ്റെ സുക്കൂൻ ഇവ രണ്ടും ചേർന്ന് വന്നതിനാൽ വാവിനെ ഉച്ചാരണത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക, ഹദ്ഫ് ചെയ്ത്. ലദായിഖുൽ അദാബിൽ അലീം ഐന് ദാല് അതുപോലെ ഹംസ എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിച്ച് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فحق علينا قول ربنا إنا لذائقون فأغويناكم إنا كنا غاوين فإنهم يومئذ في العذاب مشتركون إنا كذلك نفعل بالمجرمين إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون ويقولون أئنا لتاركو آلهتنا لشاعر مجنون بل جاء بالحق وصدق المرسلين إنكم لذائق العذاب الأليم.